അപ്പോൾ ഇത് നമ്മുടെ മുഖക്കുരു മാറാനുള്ള മരുന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു തുള്ളി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മുഖക്കുരു നമ്മുടെ മുഖത്ത് വരുത്തതേ ഇല്ല കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നേരിടുന്ന ഒരു പ്രശ്നം. നമുക്കറിയാം നമ്മുടെയൊക്കെ മുഖക്കുരു വരുന്നൊരു പ്രശ്നമുണ്ടോ. എൻ്റെ മുഖത്ത് തന്നെ 2-3 ഇടത്തായിട്ട് വിവിധതരം മുഖക്കുരു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മുഖക്കുരു വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം ചിന്തയിലേക്ക് വന്നത്. അപ്പം ആ ഒരു മുഖക്കുരു നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന കറുത്ത പാടുകളെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം, അല്ലെങ്കിൽ 2 സാധനമാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മുകളിലിരിക്കുന്നത്, ഈ ടേബിളിന് മുകളിലിരിക്കുന്നത്. ഇത് ഇവിടേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് ചെറുതേനാണ് കേട്ടോ. ചെറുതേന് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ഉരുക്കി എടുക്കുകയാണ്, കട്ടിയായി പോയിരുന്നു. ഇതിപ്പം ചെറുതേനാണ്. പിന്നെ വേണ്ടുന്നത് ഒരു നാരങ്ങ വേണം. പിന്നെ വേണ്ടുന്നത് ഒരു 7 ചെറിയ ഉള്ളി കേട്ടോ. ഒരു 7 എണ്ണം തന്നെ വേണം. അപ്പോൾ ഈ ഒരു 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുഖക്കുരുവിനെ ഇല്ലാതാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു ഈ സാധനം തന്നെ, നമ്മുടെ തേന് കേട്ടോ. തേന് നമുക്ക് 1 സ്പൂണോളം നമുക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് മാറ്റാം. ഇത് സത്യം പറഞ്ഞാൽ ഇച്ചിരി വലിയ സ്പൂണാണ്, നമുക്ക് 1 ടീസ്പൂൺ മാത്രം മതിയാകും. ഇതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് മാത്രം തേനെടുത്ത് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത്, നമുക്ക് ഇതേ ടീസ്പൂണിൽ തന്നെ നമുക്ക് ഒരു നാരങ്ങ നീരും വേണം. അതായത് നമ്മുടെ ഇതിൻ്റെ 1/2 മുറിയോളം മതിയാകും കേട്ടോ. ഇതിനകത്തുനിന്നും ഇതേ സ്പൂണിലേക്ക് നമുക്കൊരു 1/2 മുറി നാരങ്ങ കൊണ്ട് ഒഴിച്ച് മാറ്റാം. അപ്പം അത് രണ്ടും ആയിട്ടുണ്ട്. അപ്പം അതവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ഒരു ചെറുതുള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത്. മാക്സിമം ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞിട്ട് കണ്ടിച്ചെടുത്തിട്ട് ചതച്ചെടുക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പം ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയുടെ ആ തൊലിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചിട്ട് നമുക്കിനകത്ത് കയറ്റൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ അടുത്തുള്ള പ്ലാന്. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെങ്കിൽ നല്ല നല്ല നീര് കിട്ടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു ശകലം പോലും പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിനോട്ട് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ. എന്താ ഇതിന് ജസ്റ്റ് ഒന്ന് ഈ കല്ലിനകത്തേക്ക് നമുക്കൊന്ന് ഇതിൻ്റെ ജസ്റ്റ് കേട്ടോ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ആ ഒരു കൊച്ചുള്ളി നല്ല രീതിയിൽ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി മാറ്റിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിനകത്ത് മാക്സിമം എത്ര കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല, എങ്കിലും ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നല്ലപോലെ നീര് കിട്ടും. ഈ ഒരു നല്ല തുണിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ തേനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണോളം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ 3 ഐറ്റങ്ങളും 1 സ്പൂൺ, അതായത് നമ്മുടെ നാരങ്ങ, തേന്, അതുപോലെ തന്നെ ഈ ചെറിയുള്ളി ഉൾപ്പെടെയുള്ള എല്ലാം 1 ടീസ്പൂണോളം എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ഇല്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊരു 3 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി. അപ്പോൾ ഇത് നമ്മുടെ മുഖക്കുരു മാറാനുള്ള മരുന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു തുള്ളി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മുഖക്കുരു നമ്മുടെ മുഖത്ത് വരുത്തതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ മുഖക്കുരു എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് കുറേശ്ശെ എടുക്കുക. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞിട്ട് 2-3 ഇടത്ത് മുഖക്കുരു വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പുരട്ടുകയാണേ. നമുക്ക് ഏകദേശം ഇങ്ങനെ പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റോളം വെച്ചേക്കണം. 20 മിനിറ്റോളം വെച്ചിട്ട് ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ രാവിലെ രാത്രിയിൽ ഒരു 20 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ. നല്ല തണുത്ത വെള്ളം എടുത്ത് കഴുകിക്കളഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് വെറും 7 ദിവസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു സാധനം മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള മറ്റു കുറച്ച് ഇലകൾ വെച്ച് നമുക്ക് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടുന്നത് തന്നെ തളിര് മാവിലയാണ്. അതോടൊപ്പം തളിര് തുളസിയില വേണം, അതുപോലെ തളിര് പേരയിലും. ഇപ്പോൾ ഈ ഒരു 3 ഐറ്റം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഒരു പറയുന്ന മുഖക്കുരു മാറ്റാൻ പറ്റും. അതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ ഇതിന് ശേഷം നിങ്ങൾ നഴ്സിംഗ് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ തമിഴ്നാട് ഡിണ്ടിഗലിലുള്ള NBR കോളേജിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തളിര് മാവില ഇവിടെ നിൽപ്പുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു 2 മാവില മാത്രം കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഒരു നേരം തേക്കാനുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ജസ്റ്റ് 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് തളിര് പേരയിലയും അതുപോലെ തുളസിയിലയും വേണം. ജസ്റ്റ് അതൊന്നും എടുത്തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഒരു മുഖക്കുരു മാറ്റാനുള്ള 3 ഇലയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു 3 ഇലയാണ് നമ്മുടെ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത്. ഇനി മറ്റൊന്നുമില്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് മുമ്പ് കാണിച്ചതിൻ്റെ തൊട്ട് ഇത് 3 ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ആ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. അധികം വലിയ പണിയൊന്നുമില്ല. നമുക്കത് വളരെ കുറച്ച് മാത്രം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് ഈ ഇല ഉൾപ്പെടെ എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ആ ഒരു മുഖക്കുരു ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ നീര് പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ
നമുക്ക് നല്ല മണമായിരിക്കും. കാരണം നമുക്ക് പേരയിലയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ തുളസി ഇലയുടെയൊക്കെ നല്ല മണമാണ്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, മുഖത്തിന് യാതൊരു അലർജികളോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ തേക്കാം. നമുക്ക് ഞാൻ പറഞ്ഞു വിട്ടൊരു ഇതും ഒരു വെറും 7 ദിവസം കൊണ്ട് നമ്മുടെ മുഖക്കൊരു പൂർണ്ണമായിട്ടും മാറ്റും. ജസ്റ്റ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം മാത്രം തേച്ചിട്ട് വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴിയാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ 2 സിമ്പിൾ ഐഡിയകൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മുഖക്കുരുള്ള എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഈ ഒരു മുഖക്കുരു മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.